പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായി പ്രിയപ്പെട്ട വട്ടായിലച്ചനെ ഓർത്ത് നന്ദി പറയുക. അച്ഛന് പരിശുദ്ധാത്മ കൊടുത്ത ഒരു പ്രേരണയാണ് ഈ അഭിഷേകാഗ്നി. അനേക മക്കൾക്ക് ഇത് അനുഗ്രഹമായി, വിടുതലായി, സൗഖ്യമായി. അച്ഛനെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് അച്ഛൻ വരുമ്പോൾ 100% പ്രോത്സാഹിപ്പിച്ച പാലക്കാട് രൂപതയെ കഴിഞ്ഞ നാളുകളിൽ നയിച്ചുകൊണ്ടിരുന്ന അഭിവന്യ മനത്തോടത്ത് പിതാവ്, ഇപ്പോൾ പാലക്കാട് രൂപതയുടെ എല്ലാമായിരിക്കുന്ന അഭിവന്യ പീറ്റർ പിതാവ്, ഇവരുടെ എല്ലാം സപ്പോർട്ട് ഈ ശുശ്രൂഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ നമ്മളെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ബിനോയ് അച്ഛനും സോജി അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. അവർക്ക് ധാരാളം കൃപകളും അഭിഷേകങ്ങളും നിറയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ധാരാളം എപ്പിസോഡുകൾ ദൈവജനത്തിൻ്റെ ഹൃദയത്തെ തുളച്ച് മാനസാന്തരത്തിൻ്റെ ഫലം ചൂടുവാനും വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ ഫലം ചൂടുവാനും ഈ ശുശ്രൂഷ കാരണമാകട്ടെ, അഭിഷേകമാകട്ടെ. യേശു ക്രിസ്തു നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സാക്ഷി നമുക്ക് കാണാം. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി കണ്ടപ്പോഴും സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ശുശ്രൂഷയിൽ കൂടിയപ്പോഴൊക്കെ അതിൻ്റെ ഫലമായി കിട്ടിയ ഒരു അനുഗ്രഹമാണ് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കാണുന്നത്. സാക്ഷ്യം കാണുമ്പോൾ നിങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ പ്രാർത്ഥിക്കണം, ഇതുപോലെ എനിക്കും കർത്താവിൻ്റെ സാക്ഷിയായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. വർഗീസുമാരുടെ ബഹളാണല്ലോ. ഗീ വർഗീസ് പുണ്യാളൻ ഇവിടെ മെയിൻ ആളാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കണമല്ല, ഗീ വർഗീസ് പുണ്യാളനും ചാവറ പിതാവും ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. പറഞ്ഞു കോതമംഗലം രൂപതയിലെ കാളിയാർ ഇടവകയിൽ നിന്നും വരുന്നതാണ്. സെൻറ്റ് റീസാസ് ഫൊറോന പള്ളിയിൽ നിന്നും ആണ് എൻ്റെ ഇടവക. ഞാൻ 2023 ഞാൻ ഇവിടെ ഏകദിന കൺവെൻഷൻ വന്നായിരുന്നു. വെള്ളിയാഴ്ച
അത് നിന്ന് ഞാൻ ഒന്ന് അച്ഛനോട് പറഞ്ഞു, കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റില്ല, ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നൊരു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഒത്തിരി നിന്ന് പ്രാർത്ഥിച്ചു. ആദ്യ വെള്ളിയാഴ്ചയാണ് വന്നതല്ലേ? ആദ്യ വെള്ളിയാഴ്ച. അപ്പം നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്ക്. ഇനി ആദ്യ വെള്ളിയാഴ്ചകളിൽ വേറെ എവിടേക്കും പോകണ്ട. ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിക്ക് പോകാമെന്ന് തീരുമാനം എടുക്കുക. നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ മാറിക്കോളും. ഹല്ലേലൂയ. പിന്നെ ചിലർക്ക് ഒരു ബസ് നിറച്ച് ആളെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ പല വിധത്തിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ചയാണെങ്കിൽ തന്നെ 50 ബസ് 60 ബസ്സൊക്കെ ആളുകൾ ഇങ്ങനെ വന്ന് കൂടുന്ന. അതുപോലെ കർത്താവ് ഇങ്ങനെ ഒരു അനോയിന് ഒരു കിഴക്കൻ കാറ്റ് വീശുകയായിരുന്നു. കുറച്ചും മുമ്പ് കാറ്റ് വീശിയില്ലായിരുന്നോ? വീശാൻ പോണല്ലോ. ഓക്കെ. അപ്പോൾ ഈ അപ്പച്ചൻ എന്ത് ചെയ്തു? ഒരു ആദ്യ വെള്ളിയാഴ്ച കൊണ്ട് വന്നിട്ട് ഇങ്ങനെ അച്ഛനെ പോയി കണ്ടു. അച്ഛനെ കണ്ട് സാക്ഷ്യം പറയാം. ഞങ്ങൾ സ്ഥിരമായിട്ട് അഭിഷേകാഗ്നി കാണുന്നതാണ്. എൻ്റെ മൂത്ത മോൾ ജർമ്മനിയിലാണ്. അവൾ എന്നും വിളിച്ചു പറയും അഭിഷേകാഗ്നി മുടക്കരുത്. അത് സ്ഥിരമായിട്ട് മോളുണ്ടായിരുന്നു ഞങ്ങൾ എന്നും കാണുന്നതാണ്. അപ്പോൾ അവളെന്നും പറയുമായിരുന്നു. ഞങ്ങളങ്ങനെ അഭിഷേകാഗ്നി കണ്ടപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ന്യൂസിലാൻഡിൻ്റെ മോളിലെ വിസ ശരിയായില്ല, തടസ്സങ്ങളായി, 1 വർഷത്തോളമായി. അപ്പം ഞാൻ ഇവിടെ വന്ന് ഏകധ്യാനം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു കൽക്കുരിശിങ്കൽ വന്ന് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞേക്കാം മോക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. അതിന് അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, തടസ്സങ്ങളെല്ലാം നീങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് പോയി. 15-20 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇത് വന്നു, ചെല്ലാൻ പറഞ്ഞ് വിസയും ശരിയായി, ന്യൂസിലാൻഡിൽ പോകാനുള്ള ഇതും കിട്ടി. 15 ദിവസത്തിനുള്ളിൽ 15-20 ദിവസം. ആ 20 ദിവസം 3 ആഴ്ച 21 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയായി. അത് കഴിഞ്ഞ് എൻ്റെ മോക്ക് എക്സാം ഉണ്ടായിരുന്നു. അവിടെ ഒരു എക്സാം ഉണ്ട്, അത് പാസ്സാകണം. അതുപോലെ മൂത്ത മോക്ക് ജർമ്മൻ പഠിക്കണം. അവിടെ ചെന്ന് B1 B2 ഒക്കെ ഉണ്ട്. അത് പഠിച്ച് അതും പാസ്സാകണം. അപ്പോൾ ഇവിടുന്ന് OIT പഠിച്ചിട്ടാണ് പാസ്സായാണ് പോയത്. അപ്പോൾ എൻ്റെ അടുത്ത് മോള് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ, എന്നാ അച്ഛൻ ചെയ്യണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലൂക്ക 1:37 ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുന്നേ. എബ്രാഹിം എന്താണ് ഇസ്രായേലിനോട് പറഞ്ഞത് ബലിയിടാൻ പോയപ്പോൾ? അത് ദൈവം നമുക്ക് തരും. ദൈവം അവിടെ ചെല്ലുമ്പോൾ തരും ബലിയിടാനുള്ള വിശ്വാസത്തിന്റെ ഒരു വചനം പറഞ്ഞു കൊടുത്ത്. അങ്ങനെ പറഞ്ഞു. മോളത് വിശ്വസിച്ച് 2 പേരും ആദ്യത്തെ തവണ തന്നെ OIT ഫസ്റ്റ് ചാൻസ് തന്നെ ജർമ്മനി പാസ്സായി, സ്വിറ്റ്സർലാൻഡിലെ സർട്ടിഫിക്കറ്റും പാസ്സായി. അതാണ് പറയുന്നത്, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മളെ പരസ്പരം അപ്പൻ്റെ വിശ്വാസം മക്കളെ പ്രോത്സാഹിപ്പിക്കും, മക്കളുടെ വിശ്വാസം അപ്പനെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? 2 വർഗീസുമാർ പറഞ്ഞതിൻ്റെ സാരാംശം അതാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹാപ്പി അല്ലേ? തീർച്ചയായും ഭയങ്കര അട്ടപ്പാടിക്ക് വരിക എന്ന് പറഞ്ഞാൽ സന്തോഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഇന്ന് ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കും. ഓരോരുത്തർക്കും കർത്താവ് അനുഭവമായി മാറട്ടെ. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി അത് സാക്ഷ്യമായി അഭിഷേകാഗ്നിയിൽ തന്നെ പറയാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഗാന സിസ്റ്ററോട് ചേർന്ന് ഒരു അഭിഷേകം, ഒരു പവർ, ഒരു ശക്തി നമ്മളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുക. സ്തുതിച്ച് ആ സ്തുതിപ്പിൽ കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണത്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശുശ്രൂഷയിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ശക്തമായ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധ അഭിഷേകം വ്യാപരിക്കട്ടെ. ഓ കർത്താവേ, അഭിഷേകം ഓരോരുത്തരിലേക്ക് നിറയാൻ, ഓരോ കുടുംബങ്ങളിലേക്ക് നിറയാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ. അഭിഷേകം പകരുന്ന കാറ്റേ, ഹൃദയം പാവന കാറ്റേ, കരമടിച്ച് സാരം മൂടിയ കനലിന വീണ്ടും അഗ്നിയായി മാറ്റണമേ. പാടാം. സാരം മൂടിയ കനലിന വീണ്ടും അഗ്നിയായി മാറ്റണമേ, അഗ്നിയായി മാറ്റണമേ. കരമുയർത്തിയടിച്ച് അഭിഷേകം പകരുന്ന കാറ്റേ, പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, പാവന കാറ്റേ. കരങ്ങൾ താഴ്ത്തി കരങ്ങളടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക്, ആവശ്യങ്ങളിലേക്കെല്ലാം ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കാൻ ഓരോരുത്തരും ഇപ്പോൾ ഹൃദയം നിറങ്ങി
പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ. പാടാം. പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ. അസ്ഥികൾ കിറുകിറ ശബ്ദത്തോടെ സൈന്യമായി നിറന്നതുപോലെ പാടുന്നു. അസ്ഥികൾ കിറുകിറ ശബ്ദത്തോടെ സൈന്യമായി നിറന്നതുപോലെ വീക്ഷണമേ വീണ്ടും, വീക്ഷണമേ വീണ്ടും, കരമുയർത്തിയടിച്ച് വീക്ഷണമേ വീണ്ടും. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങൾ, യുവതി യുവാക്കന്മാർ, ഇവരെ കാലാകാലങ്ങളായി ബന്ധിച്ചിട്ടിരിക്കുന്ന, അവരെ തടസ്സപ്പെടുത്തുന്ന നാരകീയ ശക്തികളെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തി വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങൾ, പീഡകൾ, തകർച്ചകൾ, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ ബന്ധിക്കപ്പെട്ട് ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളിൽ നിന്നും അന്ധകാരങ്ങളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, തോടുകൾ വിട്ടുമാറട്ടെ, പാതകൾ ഒഴിയട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാരാധന, ആരാധന, ആരാധന, സ്വാരാധന, ആരാധന, ആരാധന. നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, തകർച്ചകളെ, പ്രത്യേകിച്ച് മദ്യപാനം, പുകവലി, ആസക്തികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ, തകർച്ചകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവരിൽ നിന്നും, ഇവരുടെ കുടുംബത്തിൽ നിന്നും കൂട്ടം കൂട്ടമായി അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികൾ വിട്ടൊഴിഞ്ഞ് എന്നേക്കുമായി യേശുക്രിസ്തുവിനെ കുരിശിൻ ചുവട്ടിൽ ബന്ധിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. എല്ലാ കെട്ടുകൾ വഴിയട്ടെ, എല്ലാ കെട്ടുകൾ വഴിയട്ടെ. യേശു ആരാധന, 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 ആരാധന. കർത്താവെ, തിന്മ വിട്ടുപോകുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല ബന്ധനത്തിലിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൃപകളും അഭിഷേകം കൊണ്ട് ഓരോ മക്കളും നിറയട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായി എവിടെയെങ്കിലും ഇരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയം നമ്മൾ നല്ല ശക്തമായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവ് അച്ഛന് നൽകിയ ഒരു പ്രേരണ ഇപ്രകാരമാണ്. കാരണം മനുഷ്യർ ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. സഹനം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവം അറിയാതെയാണോ ഇതെല്ലാം എനിക്ക് തരുന്നത്, അല്ലെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇത് തരുന്നത്. ദൈവം അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഭാരം നൽകുന്നു? അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, സഹനം ഒരു ശാപമാണ്, അല്ലെങ്കിൽ ശാപിക്കപ്പെട്ട ജന്മമാണ് എൻ്റേത്. ജീവിതത്തിൽ രോഗം വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ നമ്മൾ ഒരു ദൈവത്തിനെ നമ്മൾ അറിയുന്നില്ലേ? അതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. സഹനം ഒരു ശാപമല്ല, അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛന് ബൈബിളിൽ ഒരു വചനം 1-2 വചനം കർത്താവ് കാണിച്ചു തന്നു. ആ വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 21-ാമത്തെ തിരുലിഖിതം, സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 21. ആ വചനം ഇങ്ങനെയാണ്: അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സഹനം വരുന്നു, പീഡാസഹനം വരുന്നു, കുരിശുമരണം വരുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വലിയ സന്തോഷത്തോടെയാണ് ഈശോ പറയുന്നത്. സന്തോഷത്തോടെ ഈശോ പറയാൻ, എനിക്ക് പീഡാസഹനം വരുന്നു, എനിക്ക് കുരിശുമരണം വരുന്നു, എന്നെ എല്ലാവരും നിഷേധിക്കും, എനിക്ക് ഓശാന പാടിയവരൊക്കെ എനിക്കെതിരെ തിരിയും, അങ്ങനെ എല്ലാവരും എന്നെ വിട്ടുപോകും, ഞാൻ ഒറ്റയ്ക്കാകും. സഹനത്തിൻ്റെ നെരിപ്പോടിലൂടെ കടന്നു പോകാൻ ഇതാ മണിക്കൂറുകൾ മാത്രമുള്ളൂ എന്ന് പറയുമ്പോൾ പത്രോസ് ലീഗ പറയാണ്, അയ്യോ നിനക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ,
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 22 പറയുന്ന എങ്ങനെയാണ്? പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് അവൻ്റെ സ്നേഹം. ഈശോയ്ക്കൊരു സഹനം വരുമെന്ന് പറയുമ്പോൾ പത്രോസ് മാറ്റി നിർത്തി, അയ്യോ പാടില്ല പാടില്ല, അങ്ങനെയൊന്നും സംഭവിക്കരുതേ എൻ്റെ ഗുരു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ, പത്രോസ് ശ്ലീഹായുടെ ഉള്ളിൽ വേദനയാണ്. കാരണം അത്ര സ്നേഹിക്കുന്ന ഒരാൾക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക്, നമുക്ക് പലപ്പോഴും നമുക്കറിയത്തില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു സഹനം ഉണ്ടായി നമ്മൾ പറയും, അയ്യോ പാപം, അവർക്കത് സംഭവിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ പറയും. ഇതുപോലെ ഇതിനേക്കാൾ ഇച്ചുകൂടെ വേദനയോട് പത്രോസ് പറയുകയാണ്, അങ്ങനെ വേണ്ട, അത് വേണ്ട, അത് മാത്രം നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ശരിക്കും സാധാരണക്കാരൻ മനുഷ്യനാണെങ്കിൽ അവന് ചേർത്ത് പിടിച്ചിട്ട്, സാരമില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക, ഇങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നിസ്സംഗതയോടെ നിൽക്കും. പക്ഷേ ഈശോ അങ്ങനെയല്ല ചെയ്തത്. ഈശോ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന സഹനം അനുഗ്രഹമായിട്ടാണ് ഈശോ പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 23-ാമത്തെ ലിഖിതം ഈശോ പത്രോസിനോട് പറഞ്ഞെങ്ങനെയാ? യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനേ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവ് നമുക്ക് ഒരാൾ ഒരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയോട് പിതാവായി ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, തൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നതാണ്, നീ സഹിക്കണം, നീ കുരിശുമരണം വെക്കണം, അതുവഴിയാണ് ലോകരക്ഷ, ലോകത്തെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതാണ് എൻ്റെ പദ്ധതി. സഹനത്തിലൂടെ കടന്നു പോയേ തീരൂ, അതിനാരും തടസ്സിക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും, വേദനകൾ വരും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഹിതമാണെങ്കിൽ അത് അനുഭവിക്കാൻ നീ തയ്യാറാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊട്ട് മുമ്പ് ഈ അധ്യായത്തിൽ നമ്മൾ കാണും, തൊട്ട് മുമ്പ് കർത്താവ് ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നത്? നിങ്ങളും ജനങ്ങളും എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, സ്നാപയോഹാൻ എന്ന് ചിലർ പറയുന്നു, ചില പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. അങ്ങനെ പല ഉത്തരങ്ങൾ കൊടുത്തു. അപ്പോൾ പത്രോസ് പറഞ്ഞു, പരിശുദ്ധാത്മ പ്രേരണയടിച്ച് പത്രോസ് പറഞ്ഞു, നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. സജീവനായ ദൈവത്തിന് ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അതേ നാവ് കൊണ്ട് പത്രോസ് പറയാണ്, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, നിനക്ക് അതേ ആ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞെങ്ങനെയാ? നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു, പത്രോസേ, നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ച കർത്താവ്, നിനക്ക് പരിശുദ്ധാത്മൻ്റെ അഭിഷേകമാണ് നിന്നെ പറയിപ്പിച്ചത്. അതേ നാവ് കൊണ്ട് ഈശോ പറയാണ്, നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളിൽ നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചില എതിര് നിൽക്കും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രത്യേകം ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ, വേദനിക്കുന്നവർ, ഈ സഹനം ഒന്നൊന്നായി. ചിലരൊക്കെ അച്ഛനോട് പറയാറുണ്ട്, എന്ത് ചെയ്തിട്ടും ഒരു മേൽഗതിയില്ല, എന്ത് ചെയ്തിട്ടും ഞങ്ങൾക്കൊരു രക്ഷപ്പെടാൻ പറ്റുന്നില്ല, സഹനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവഹിതമാണെങ്കിൽ ഈ സഹനമല്ല, ഇനി വരുന്ന വലിയ ഭാരങ്ങൾ, ചുമടുകൾ ഞാൻ എൻ്റെ ചുമലിൽ വെക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവ് എന്ന് പറയാൻ കഴിയണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 19, 20, 21 ലിഖിതങ്ങൾ, എൻ്റെ കഷ്ടതയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടത ഒരാൾക്കും സന്തോഷം തരില്ല. പക്ഷേ അതെപ്പോഴും കയ്പാ, വിഷമോ, സങ്കടമാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കഷ്ടതകളെ, വേദനകളെ നമ്മൾ ഹൃദയത്തുറവിയോടെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി മാറും. കഷ്ടത അനുഗ്രഹമായി മാറും, സഹനം വലിയ അഭിഷേകമായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമുക്കൊരു രോഗം വരുമ്പോൾ ഭയങ്കര ഭാരമാണ്. ഞാൻ ഈ ഒരു വചനത്തെക്കുറിച്ച്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരുസഭയിലെ വാഴ്ത്തപ്പെട്ട എന്ന് പറഞ്ഞാൽ ബ്ലെസ്സഡ് ആയിട്ടുള്ള
ഒരു പെൺകുട്ടിയെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അതായത് ബ്ലെസ്സഡ് ചിയാര ലൂച്ചി ബെഥാനോ. ചിയാര ലൂസി എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും, ലൂസി എന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറ്റലിയിലെ ഒരു കുടുംബത്തിൽ ജനിച്ചു. വളരെ നല്ല ആക്റ്റീവായ, നല്ല ഊർജ്ജസ്വലമുള്ള ഒരു ചെറുപ്പക്കാരി. അവളുടെ വിനോദം, അവളുടെ കൂട്ടുകാരികളുടെ കൂടെ എപ്പോഴും നല്ല അടിച്ച് പൊളിച്ച് നടക്കുന്ന ഒരു സമയം എല്ലാവർക്കും സന്തോഷമാണ് കാണുമ്പോൾ. പിന്നെ ടെന്നീസ് കളിക്കും. അങ്ങനെ ടെന്നീസ് കളിച്ച് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. അവളുടെ സാന്നിധ്യം തന്നെ സന്തോഷമാണ്. ഒരു ദിവസം അവൾ ടെന്നീസ് കളിക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ചെറിയ ഷോൾഡറിനൊരു വേദന. ആ വേദന എന്താ, സിവിയർ പെയിനാണ്. ആ പെയിൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ബോൺ ക്യാൻസറാണ്. അതിനേറ്റവും ടോപ്പ് ലെവലിലെത്തി. അങ്ങനെ ചികിത്സകൾ തുടർന്നു, കീമോതെറാപ്പി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അവസാനം ആ മകൾക്ക് ഭയങ്കര ക്ഷീണമായി, വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന. ആ വേദനയോട് കൂടെ അവളുടെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക. ആ മുറിയിൽ കിടത്തുമ്പോൾ അവൾ പറയാണ്, ഇതാണ് എൻ്റെ ഗസ്സമനി. അവളുടെ മുറിയെക്കുറിച്ച് അവൾ പറഞ്ഞു, എൻ്റെ മുറിയാണ് എൻ്റെ ഗസ്സമനി. അങ്ങനെ അവൾ അവിടെ പ്രാർത്ഥിച്ച് ഈശോയോട് വീണ്ടും സഹനം തരാൻ വേണ്ടി പറയാണ്. സഹനം തരുമ്പോൾ അവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. വേദന വരുമ്പോൾ സഹനത്തിന് സ്വീകരിക്കുക. എല്ലാം അക്സെപ്റ്റ് ചെയ്തു. ആരോടും പരാതിയില്ല. ഇതെനിക്ക് ദൈവം തന്നതാണ്, എൻ്റെ ഈശോയ്ക്ക് ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞാൽ അവൾ ഈശോയെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. ഓരോന്ന് തരുമ്പോൾ ഓരോ വേദന കൂടുമ്പോൾ അവൾ പറയും, ഇത് കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെക്കും. അവൾ ജീവിതത്തിൽ ആ വേദന എടുക്കുമ്പോഴും ഒരു പെയിൻ കില്ലർ പോലും എടുക്കില്ല. പെയിൻ കില്ലർ എടുക്കാത്തതിന് കാരണം എന്താ പറഞ്ഞെന്നറിയാവോ? ഇനി എനിക്ക് ബാക്കിയുള്ളത് ഈ സഹനം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് ഞാൻ എന്ത് കൊടുക്കും? ഈ വേദന ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് ഞാൻ എന്ത് കൊടുക്കും? അവളുടെ ഉള്ളിൽ നിന്ന് പറയുക. അവസാനം അവൾ മരണത്തിലേക്ക് ഇങ്ങനെ വീഴാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി അവൾ പറയും, അമ്മേ ബി ഹാപ്പി, അമ്മ സന്തോഷമായിട്ടിരിക്കുക, ഞാനും വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് അമ്മ സന്തോഷത്തോടെ ഇരിക്കുക, ഞാൻ സന്തോഷിച്ച് ഇതാ എൻ്റെ ആത്മാവിനെ എൻ്റെ ഈശോയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ച വാഴ്ത്തപ്പെട്ട ചിയാരോ ലൂച്ചി ബെഥാനോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിശുദ്ധയുടെ അല്ലെങ്കിൽ ഈ വാഴ്ത്തപ്പെട്ട ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് ആ സഹനം കൊടുത്തതെന്ന് അവൾ ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ഞാൻ ഇത്രയും സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുന്ന എനിക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് മരണം തന്നു എന്ന് ചോദിക്കുന്നില്ല. മറിച്ച് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ ഈ സഹനം മാത്രമേ ഉള്ളൂ, വേദന മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? ഇന്ന് ജീവിതത്തിൽ ഒത്തിരിയേറെ ഭാരങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും രോഗങ്ങളും പീഡകളും മനുഷ്യന് വരും. നമുക്ക് നിസ്സാരം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പനി വരുമ്പോൾ ഒരു നമ്മളെ സങ്കടപ്പെടുത്താൻ കൂടെ വരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരു അലർജിയോ അല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ചില സാഹചര്യം വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ രോഗം എന്നെ കൊണ്ട് പോകൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഇങ്ങനെ ചിന്തിക്കേണ്ടത്, ജീവിതത്തിൽ ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. രോഗമാണെങ്കിലും കടബാധ്യതയാണെങ്കിലും ഞെരുക്കങ്ങളാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകുന്ന തടസ്സങ്ങളാണെങ്കിലും അത് ദൈവം അറിഞ്ഞിട്ട് സംഭവിക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞിട്ടില്ലേ, നീ പോകുന്ന വഴികൾ എനിക്കറിയാം. കർത്താവിന് അറിയാത്ത ഒന്നുമില്ല. സംഗീത പുസ്തകത്തിൽ 56-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. കണ്ടോ, എൻ്റെ കണ്ണുനീര്, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ രോഗങ്ങൾ അങ്ങ് കാണുന്നുണ്ടല്ലോ, അതങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ സമചിത്തത പാലിക്കണം. നമ്മൾ കുറച്ചുകൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് നല്ലവനാണ്. നാഹൂം പ്രവചനത്തിൽ 1-ാം അധ്യായം 7-ാമത്തെ ലിഖിതം, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയും കർത്താവ്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നിസ്സാര വേദനകൾ വരുമ്പോൾ അവ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത്. മറിച്ച്
ആ വാഴ്ത്തപ്പെട്ട ചിയാരെ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിന് കൊടുക്കാൻ ഇതല്ലാതെ മറ്റെന്താണ് എനിക്കുള്ളത്? അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. ഒരു വ്യക്തികൾക്ക് പറഞ്ഞു നോക്ക്, നമുക്ക് ഈ ഒരു അഭിഷേകം നമുക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 1 പത്രോസ് 5:7 നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും സമചിത്തതയോടെ ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും കർത്താവിന് അറിയാം. കർത്താവിന് അറിയാത്തത് ഒന്നുമില്ല. നമുക്ക് തുടർന്ന് ആരാധനയിൽ പ്രവേശിക്കാം. ആ സമയം നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഈശോയെ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, ഞങ്ങൾ അങ്ങയുടെ സന്നിധി എല്ലാം സറണ്ടർ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കാം. ജീവിതത്തിൽ കഷ്ടതകളും ക്ലേശങ്ങളും മനുഷ്യ സഹജമാണ്. പതറാതെ ദൈവം എനിക്ക് നൽകുന്ന കഷ്ടതകൾ സ്നേഹത്തോടെ സ്വീകരിക്കാൻ കർത്താവെ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. രോഗങ്ങളാണെങ്കിലും കടബാധ്യതകളാണെങ്കിലും അതുപോലെ മറ്റ് പലതരത്തിൽ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകാം. രഹസ്യവേദനകളുണ്ടാകാം. അപ്പോൾ ദൈവത്തെ പഴിക്കാതെ, പതറാതെ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവ് സന്നിധി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ പതറാതെ, തളരാതെ ക്ലേശങ്ങളും ദുരിതങ്ങളും സ്നേഹത്തോടെ സ്വീകരിക്കാൻ വേണ്ട കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കൈപ്പൂനീരിൻ പാത്രവും അങ്ങയൻ കരങ്ങളിൽ കൂടി ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ തിരുകൃപയെന്നിൽ പകരണമേ. പ്രാർത്ഥിക്കുന്നു. ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ തിരുകൃപയെന്നിൽ പകരണമേ. തിരുകൃപയെന്നിൽ പകരണമേ. തിരുകൃപ